മഞ്ഞുമൽ സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റലുമായി സഹകരിച്ച് ആലുവ സെന്റ് സേവിയേഴ്സ് വുമൻസ് കോളേജിൽ അന്താരാഷ്ട്ര ക്യാൻസർ ദിനം ആചരിച്ചു. അർബുദമെന്ന രോഗത്തെ അതിജീവിക്കുക മാത്രമല്ല, വീണ്ടും ആരോഗ്യകരവും അത്ഭുതകരവുമായ ജീവിതം നയിക്കുകയാണ് വേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുന്ന രീതിയിലായിരുന്നു കോളേജിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. സെന്റ് ജോസഫ്സ് ക്യാൻസർ വിഭാഗം മേധാവി ഡോക്ടർ തോമസ് വർഗീസ് ക്യാൻസർ വരാതിരിക്കാനും അതിനെ ചെറുക്കേണ്ടതെങ്ങനെയെന്നും വിദ്യാർത്ഥികൾക്ക് വിശദീകരിച്ചു കൊടുത്തു. ക്യാൻസർ എന്ന മഹാമാരിയെ തോൽപ്പിക്കാൻ ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് ആലുവ സെന്റ് സേവിയേഴ്സ് വുമൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ. അന്താരാഷ്ട്ര ക്യാൻസർ ദിനത്തിൽ നിരവധി ബോധവൽക്കരണ പരിപാടികളാണ് കോളേജിൽ സംഘടിപ്പിച്ചത്. രോഗത്തെക്കുറിച്ചുള്ള അവബോധം വിദ്യാർത്ഥികളിൽ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച സൂംബത്തോൺ പ്രോഗ്രാമും ശ്രദ്ധേയമായി. മഞ്ഞുമൽ സെന്റ് ജോസഫ്സ് ക്യാൻസർ വിഭാഗം മേധാവി ഡോക്ടർ തോമസ് വർഗീസ് ക്യാൻസർ വരാതിരിക്കാനും അതിനെ ചെറുക്കേണ്ടതെങ്ങനെയെന്നും വിശദീകരിച്ചു. പക്ഷേ നമ്മൾ പല ഹോസ്പിറ്റലുകളിൽ ചെല്ലുമ്പോൾ സിറ്റുവേഷനിൽ മാത്രമേ ക്യാൻസർ പേഷ്യൻസിനെ കാണാൻ സാധിക്കുള്ളൂ. പ്രത്യേകിച്ച് 60% ക്യാൻസർ പേഷ്യൻസ് വരുന്നത് ട്രീറ്റ്മെന്റിന്റെ ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞിട്ടായി. കാരണം ഇഗ്നോറൻസ്, അറിവില്ലായ്മ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ കോർട്ടിൽ ഒരു കേസ് കൊണ്ട് ചെല്ലുവാണെങ്കിൽ അഡ്വക്കേറ്റ് പറയും ഇഗ്നോറൻസ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ ബിഫോർ കോർട്ട് ഓഫ് ലോ. 18 വയസ്സും വോട്ടവകാശവും കഴിഞ്ഞു കഴിഞ്ഞാൽ നിയമങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതാണ് റൂൾ. അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ ജിൻസൺ റോഡ്രിക്സ്, അഡ്മിനിസ്ട്രേറ്റർ സെലിൻ മാത്യു, കോളേജ് പ്രിൻസിപ്പൽ മിലാൻ ഫ്രാൻസിസ്, മാനേജർ സിസ്റ്റർ ചാൾസ് CTC എന്നിവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, ആലുവ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബാ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.